ബംഗളൂരു വിമാനത്താവളത്തിലെ രണ്ടാം ടെർമിനലിലെ കാഴ്ചകൾ അതിമനോഹരമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത്ഭുത ലോകം. നിറയുന്ന പച്ചപ്പ്, പ്രകൃതിയോട് ഇടങ്ങിയ നിർമ്മിതി, പ്രവേശന കവാടത്തിലും സുരക്ഷാ പരിശോധന മേഖലയിലും ഉൾപ്പെടെ ആടുന്ന പൂന്തോട്ടം. 26,000 സ്ക്വയർ മീറ്റർ വിസ്തൃതിയുള്ള കെട്ടിടത്തിൽ 10,000 സ്ക്വയർ ഫീറ്ററും പച്ച പുതച്ചിരിക്കുന്നു. പൂർണ്ണമായും അന്താരാഷ്ട്ര സർവീസുകൾക്ക് നൽകിയ ഈ ടെർമിനലിൽ എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളും അത്യാധുനിക ലോഞ്ചും യാത്രക്കാരെ ആകർഷിക്കും. ഇതിന് സമീപത്തായി തന്നെ ഒരു കൃത്രിമ വെള്ളച്ചാട്ടവും. വെറും കാഴ്ചകൾ മാത്രമല്ല, ചില കണക്കുകൾ കൂടി ബംഗളൂരു വിമാനത്താവളത്തെക്കുറിച്ച് പറയേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനം, രാജ്യത്തെ ഏറ്റവും തിരക്കുള്ള 3ാമത്തെ വിമാനത്താവളമാണ് ബംഗളൂരു. സമീപ ഭാവിയിൽ തന്നെ ആ സ്ഥാനം 2ാം സ്ഥാനത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വൈകാതെ തന്നെ ടെർമിനൽ 2ന്റെ വിപുലീകരണവും 3ാം ടെർമിനൽ നിർമ്മാണവും തുടങ്ങും. വിപുലമായ ആഭ്യന്തര സർവീസ് ശൃംഖലയ്ക്ക് പുറമെ ലോകത്ത് ഏതാണ്ട് എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും ബംഗളൂരുവിൽ നിന്നും സർവീസുകളുണ്ട്. Bangalore has always been known as a garden city, so it was developed as a terminal in a garden. The second theme focused around technology because Bangalore has always been the Silicon Valley or the technology capital of India. The third theme focused on sustainability, which is a very, very key thing for us because of the fact that this airport has always upheld the highest standards of sustainability and making sure that we operate on renewable energy. And finally, the fourth pillar is also something that reflects the art and cultural heritage of the city of Bangalore, the state of Karnataka, and this part of India. ആഭ്യന്തര ടെർമിനലിൽ കന്നഡ മണ്ണിന്റെ സംസ്കാരം വിളിച്ചോതുന്ന സൃഷ്ടികളും കാണാം. മികച്ച യാത്രാ അനുഭവത്തിനൊപ്പം മനസ്സ് നിറയ്ക്കുന്ന കൗതുക ചെപ്പ് കൂടിയാണ് ബംഗളൂരു വിമാനത്താവളം തുറന്നു വയ്ക്കുന്നത്. കെ.ബി. ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു. ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. ഞാൻ ഈ ഇത് കാണുന്ന സമയത്ത് എനിക്കൊരു ലക്ഷറീസ് ഹോട്ടലിനെ പോലെയൊക്കെ തോന്നി. ഈ ബംഗളൂരു അന്താരാഷ്ട്ര വിമാനം കാണുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ലക്ഷറീസ് ഹോട്ടലിനകത്തൊക്കെ നമ്മൾ കയറുമ്പോൾ ഉണ്ടല്ലോ, ആ കാണുന്ന പോലെ തന്നെയുണ്ട് ഈ ഓരോ സാധനങ്ങളും ഇങ്ങനെ വച്ചിരിക്കുന്നതും ആ ഒരു ഭംഗിയും ഒക്കെ. അപ്പോൾ ശ്രീധരൻ, ഈ പറഞ്ഞപ്പോൾ തന്നെ രാജ്യത്തെ, അത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് കേട്ടോ, പറഞ്ഞ റിപ്പോർട്ട് കണ്ടപ്പോഴാണ് മനസ്സിലായത്, രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ 3ാമത്തെ വിമാനത്താവളമാണ് ബംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന്. അപ്പോൾ ഇങ്ങനെ ഈ വിമാനത്താവളത്തെ ഈ ഒരു ഹരിത ടെർമിനൽ ആക്കാനായിട്ട് അത് ആരുടെങ്കിലും ഒരു ബുദ്ധിയാണോ, ആരുടെങ്കിലും ഒരു ആശയമാണോ ഇതിന് പിന്നിൽ? ഒപ്പം തന്നെ ഈ ടെർമിനൽ നവീകരണ പ്രവർത്തനങ്ങൾ അതൊക്കെ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. ഏതായാലും ഈ വിമാനത്താവളത്തിൻ്റെ അകത്ത്, ഈ 2ാം ടെർമിനലിൻ്റെ അകത്ത് കയറിയാൽ തന്നെ നമ്മുടെ മനസ്സ് കുളിർക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. നേരത്തെ എനിക്ക് തോന്നുന്നു ശ്രദ്ധിച്ച് കാണും, എല്ലാ നിലയിലും ചുമരിലും പറ്റാവുന്ന സ്ഥലത്തെല്ലാം പച്ച പുതപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതായത് പരമാവധി ഈ കാലാവസ്ഥയിൽ വളരുന്ന ചെറിയ ഇൻഡോർ പ്ലാന്റ്സ്, അതുപോലെ തന്നെ പറ്റാവുന്ന പ്ലാന്റ്സ് എല്ലാം തന്നെ അതിനകത്ത് നട്ട് പിടിപ്പിച്ചുകൊണ്ട് വളരെ മനോഹരമാക്കിയിരിക്കുകയാണ്. ഇതിന് പിന്നെ ഒരു കഥ കൂടിയുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു വിമാനത്താവള പദ്ധതിയൊക്കെ വരുമ്പോൾ ഒരുപാട് ഭൂമിയിലെ സസ്യജാലങ്ങളൊക്കെ നമുക്ക് നശിപ്പിക്കേണ്ടി വരും. ഈ മേഖല എന്നുള്ളത് തന്നെ ഈ നാരങ്ങ, ബബ്ലൂസ് നാരങ്ങ, കമ്പിളി നാരങ്ങയൊക്കെ പറയുന്ന ആ നാരങ്ങയുടെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു. ഏതായാലും അതൊക്കെ നശിപ്പിച്ചുകൊണ്ടാണ് ആ ഭാഗത്ത് വിമാനത്താവളം വിപുലീകരണ പദ്ധതി അല്ലെങ്കിൽ വിമാനത്താവള പദ്ധതിയൊക്കെ വന്നത്. ഏതായാലും അതിനുള്ള ഒരു പരിഹാരം എന്നുകൂടിയാണ് ഇത്തരത്തിൽ വലിയ ഒരു ഹരിതാപമാക്കുക ഈ എയർപോർട്ടിനെ എന്നുള്ളൊരു ചിന്തയിലേക്ക് അധികാരികളെ എത്തിച്ചത്. ഇതോടൊപ്പം തന്നെ നേരത്തെ CEO പറഞ്ഞ പോലെ തന്നെ
ഇതൊരു ഗാർഡൻ സിറ്റിയാണ്. അപ്പോൾ ആ ഗാർഡൻ സിറ്റിയുടെ എല്ലാ വിധത്തിലുള്ള പാരമ്പര്യവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ തനിമ സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം ടെർമിനൽ എന്ന് നിർബന്ധമുണ്ടായിരുന്നു. നമുക്ക് ആ എയർപോർട്ടിനകത്ത് തന്നെ കയറുമ്പോൾ ബംഗളൂരു വിമാനത്താവളത്തിൽ പ്രാബല്യത്തിലായിട്ടുണ്ട്. കാരണം അത്രയേറെ ഭംഗിയും മനോഹാരിതയും ഒക്കെ നിറയുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ബംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളം. ശരി ശ്രീധരൻ, വളരെ വളരെ നല്ലൊരു കാഴ്ച തന്നെയാണ് പ്രേക്ഷകരിലേക്ക് രാവിലെ എത്തിക്കാൻ കഴിഞ്ഞത്.